പ്രശാന്ത്, ഈ ബംഗ്ലാദേശിൽ നിന്ന് പുതിയ പുതിയ വാർത്തകളുണ്ട്. ഇപ്പോൾ അമേരിക്ക ബംഗ്ലാദേശിന് നൽകുന്ന സഹായം പോലും നിർത്തലാക്കിയിരിക്കുകയാണ്. ഇന്ത്യ സസൂക്ഷ്മം ബംഗ്ലാദേശിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളാണ് ഉള്ളത്, അല്ലേ? ബംഗ്ലാദേശിനകത്ത് കഴിഞ്ഞ ദിവസം ഈ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ബംഗ്ലാദേശിനെ പറ്റി പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ, അതായത് നേരത്തെ വിട്ടിരുന്ന പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ അബ്ദുൽ അബ്ബാസ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മാധ്യമങ്ങളിൽ കൂടി വന്നൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, ISI അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പട്ടാള ഉദ്യോഗസ്ഥന്മാർ ബംഗ്ലാദേശിൽ എത്തിച്ചേർന്നിരിക്കുന്നു, രഹസ്യമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പട്ടാളത്തിനകത്തും ബംഗ്ലാദേശിനകത്തും വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നു എന്നതിനെ പറ്റിയൊക്കെയുള്ളൊരു വാർത്ത നമ്മളും ഉൾപ്പെടെയുള്ളവർ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നി. അപ്പം അത് ഈ ഇദ്ദേഹം പറയുന്നത്, ഈ അബ്ദുൽ അബ്ബാസ് പറയുന്നത്, എന്ത് ചെയ്താലും അത് ഇന്ത്യ അറിയും, ഇന്ത്യ അത്രത്തോളം ബംഗ്ലാദേശിനകത്ത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏജൻറ്റുമാർ അത്രത്തോളം ബംഗ്ലാദേശിനകത്തുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ അല്ല, ആര് എന്ത് രഹസ്യമായിട്ട് അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചാലും, അല്ലെങ്കിൽ രഹസ്യ സ്വഭാവത്തിൽ എന്ത് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലും അതൊന്നും നടന്നു പോകുന്ന ഒരവസ്ഥയിലല്ല ഇന്നത്തെ കാര്യങ്ങൾ. അതായത് ഇന്ത്യ നമ്മളാരും വിചാരിക്കുന്ന റേഞ്ചിലല്ല. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗവും പ്രത്യേകിച്ച് റോയും മറ്റ് ലോക രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മുന്തിയ രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും ഒന്നാമത് വരുന്ന രീതിയിൽ തന്നെ പറയേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ റോ എന്ന് പറയുന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനം, അല്ലെങ്കിൽ ഇതേ സംവിധാനം തന്നെ ISI എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനുണ്ട്, CIA എന്ന് പറഞ്ഞ അമേരിക്കയ്ക്കുണ്ട്, മൊസാദാണ് പേര് കേട്ട ഒരു, അല്ലെങ്കിൽ മൊസാദിനെ പറ്റിയാണ്, മൊസാദ് ചെയ്ത ഓപ്പറേഷൻസ്, മൊസാദ് ഇസ്രായേലിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, മൊസാദ് ലോകത്തെവിടെയും ഉണ്ട്, എവിടെയാണ് മൊസാദ് ഇരിക്കുന്നത് അറിയാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് മൊസാദ് എന്ന് പറയുന്ന ഒരു രഹസ്യാന്വേഷണ സംവിധാനം ഇസ്രായേലിൻ്റെ എല്ലാവരും കൗതുകത്തോടു കൂടിയാണ് കാണുന്നത്. പക്ഷേ ഇവരെയൊക്കെ അമേരിക്കൻ ചാരസംഘടനയും ഇസ്രായേലിലെ ചാരസംഘടനയും അല്ലെങ്കിൽ ISI എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ചാരസംഘടന, ISIൻ്റെ കൂടെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഈ മൊസാദും അമേരിക്കൻ ചാരസംഘടനയും ഒക്കെ നടത്തുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്നത് ഞങ്ങൾ നടത്തി, ഇങ്ങനെ വെളിയിൽ വരുന്ന ഒരു രീതി കാണുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനം റോ എന്ന് പറയുന്നത്, ഈ ലോകത്ത് ഏത് കാര്യം നടത്തിയാലും അത് ഞങ്ങളാണ് നടത്തിയതെന്ന് ഏറ്റെടുക്കുന്ന ഒരവസ്ഥയില്ല. അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ അവരുടെ ഭാഗമാക്കി അവർക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പോലും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ശ്രദ്ധയിൽ വരാൻ പോലും ശ്രമിക്കാത്ത അതിനിഗൂഢമായിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതിൻ്റെ പ്രവർത്തനം ഏതൊക്കെ മേഖലയിൽ എവിടൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ ഈ പ്രമുഖമായിട്ടുള്ള രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഉള്ള ഇസ്രായേലിനായാലും അമേരിക്കയ്ക്കായാലും ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ അയൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്, അല്ലെങ്കിൽ ചൈന, ഈ പറയുന്ന മാലദ്വീപ്, ശ്രീലങ്ക, ഈ ബംഗ്ലാദേശ്, ഈ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ആദ്യം ആ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനകത്തെ ഈ രാജ്യത്തിനകത്ത് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഉരുത്തിരിയുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് ആ രാജ്യത്തിനകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നതിനെപ്പറ്റി കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ ഈ രാജ്യങ്ങൾക്ക് പോലും മനസ്സിലാവാൻ പറ്റാത്ത രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട്. അതിനാണല്ലോ ഈ റോ പോലുള്ള സംവിധാനം, രഹസ്യാന്വേഷണ സംവിധാനം എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ബംഗ്ലാദേശിലും ഈ സംവിധാനം അവിടുത്തെ അട്ടിമറിക്ക് മുമ്പേ തന്നെ അതിനകത്ത് പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഷേഖ് ഹസീന എന്ന് പറയുന്ന സ്ത്രീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ അട്ടിമറി നടക്കുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിന് അറിയാം, അല്ലെങ്കിൽ അമേരിക്ക ഇതിനകത്ത് ഇടപെടുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഹസീനയുടെ അടുത്ത് വളരെ കാലം മുമ്പേ അവിടുത്തെ പട്ടാള മേധാവിയെ മാറ്റിയപ്പോൾ ഇന്ത്യ ഒരു മുന്നറിയിപ്പ് കൊടുത്തത്, ഇന്ത്യ ദേശീയാന്വേഷണ വകുപ്പാണ് മുന്നറിയിപ്പ് കൊടുത്തത്, നിങ്ങൾ ഈ പട്ടാള മേധാവിയെ മാറ്റേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ വയ്ക്കുന്നത് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന് ചില ആ രാജ്യത്തിന് പുറത്തുള്ള ചില ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ ചില ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത്. പക്ഷേ അത് അന്ന് ഹസീന അത് വേണ്ട രീതിയിലുള്ള പരിഗണനയ്ക്ക് എടുത്തില്ല. കാരണം ഹസീന വിചാരിച്ചു ഹസീനയുടെ ഭാഗമായിട്ട് ആണ് അവിടുത്തെ സംവിധാനങ്ങൾ മൊത്തവും നിൽക്കുന്നത് എന്നുള്ള വിചാരം മതി. പക്ഷേ അവിടുത്തെ അട്ടിമറിയുടെ സമയത്ത്, അല്ലെങ്കിൽ അട്ടിമറി ഓപ്പറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കലാപം ഓപ്പറേറ്റ് ചെയ്യുമ്പം ആ കലാപത്തെ അടിച്ചമർത്തുന്നതിനോ, അല്ലെങ്കിൽ ആ കലാപം ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകാതെ നിന്നതിൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൻ്റെയൊക്കെ സഹായമുണ്ട്. പട്ടാളത്തിൻ്റെ സഹായം, പോലീസിൻ്റെ സഹായമൊക്കെ ഈ പറയുന്ന കലാപകാരികളുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണല്ലോ കലാപം വിജയിക്കാൻ പറ്റുന്നത്.
അത്തരത്തിലാണ് കലാപം വിജയിച്ചത്. അപ്പം അന്ന് ഇന്ത്യ കൊടുത്ത കാര്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണല്ലോ അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. പക്ഷേ ആ രഹസ്യാന്വേഷണ സംവിധാനം അവിടെ പ്രവർത്തിക്കുന്ന കാര്യം അവർ പോലും അറിയാതെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പോൾ സാറിൻ്റെ വീട്ടിൽ കയറി സാറിൻ്റെ രഹസ്യങ്ങൾ മൊത്തം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. സാറിൻ്റെ അടുത്ത് എനിക്കത് മൊത്തം പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറ് തന്നെ വിചാരിക്കില്ല ഇവൻ എൻ്റെ വീട്ടിൽ കയറിയുള്ള രഹസ്യമില്ല, അപ്പോൾ ഇവനെ ഞാൻ ഈ രീതിയിൽ കാണണം. അപ്പോൾ അങ്ങനെ പറയാനൊക്കത്തില്ല. അതിനാന്നുള്ള രഹസ്യാന്വേഷണ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പം അമേരിക്ക ഇടപെടുന്നു, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് ഇടപെടുന്നു, അല്ലെങ്കിൽ ചൈന ഇടപെടുന്നു, നിങ്ങളുടെ രാജ്യം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ചില സൂചനകൾ നമ്മളുടെ ഭാഗം സേഫ് ആക്കിക്കൊണ്ട് മാത്രമേ കൊടുക്കാനൊക്കത്തുള്ളൂ. അപ്പം ആ സൂചനകളും അതിനകത്ത് കൃത്യമായിട്ട് എന്ത് നടക്കും എന്ന് ഇന്ത്യക്ക് ബോധ്യമുണ്ടായതുകൊണ്ടാണ് കൃത്യമായ സമയത്ത് കലാപകാരികൾ കലാപത്തിൻ്റെ മൂർച്ഛനാവസ്ഥയിൽ ബംഗ്ലാദേശ് അട്ടിമറിക്കപ്പെടുന്ന ഒരു സമയം ഉണ്ടായപ്പോൾ അവിടുന്ന് ഹസീനയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോരാൻ ഇന്ത്യക്ക് സാധിക്കുന്നത്. അവരുടെ പട്ടാളത്തിനകത്ത് പോലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് നിയന്ത്രിക്കാത്ത രീതിയിലുള്ള ഇടപെടിയിലും ഉണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വിമാനം, അവരുടെ ഒരു വിമാനം ഫൈറ്റർ വിമാനത്തെ കയറ്റി വിടാൻ സാധിക്കുന്നത്. ആ ഫൈറ്റർ വിമാനം കൊടുക്കാതിരുന്നാൽ പോരെ. അപ്പോൾ അതിനകത്തുനിന്ന് അവരെ കയറ്റി വിടുന്നു, ഇന്ത്യയുടെ ബോഫേഴ്സ് വിമാനം കാവൽ നിന്ന് അവരെ ഇവിടെ കൊണ്ടിറക്കുന്നു. ഇറക്കുമ്പോഴുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിമാനത്താവളത്തിൽ അജിത് ഡോവലാണ് സ്വീകരിക്കുന്നത്. അജിത് ഡോവൽ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അജിത് ഡോവൽ ആരാ? അജിത് ഡോവലാണല്ലോ ഈ സംവിധാനം മൊത്തം നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ റോയൽ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ സംവിധാനവും നമ്മുടെ ഈ കാര്യങ്ങൾ മൊത്തം നിയന്ത്രിക്കുന്നതിൻ്റെ പരമാധികാരി അജിത് ഡോവലാണല്ലോ. അജിത് ഡോവൽ അവിടെ സ്വീകരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു വലിയ അർത്ഥമുണ്ട്. അത് ഹസീനയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഹസീനെ എങ്ങനെ രക്ഷപ്പെട്ടു. ഹസീനയെ ഈ കലാപത്തിനൊടുവിൽ അവിടെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അവരെ കൊന്നുകളഞ്ഞേനെ. അവരെ കൊന്നുകളഞ്ഞാൽ ഇപ്പം പ്രയാസപ്പെടുന്നത് പോലെ ബംഗ്ലാദേശിന് വീണ്ടും അവാമി ലീഗ് അധികാരത്തിൽ വരുമോ എന്നുള്ള പ്രയാസം പോലും ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം അവിടുത്തെ കലാപത്തിന് ശേഷം അവർ ശ്രമിച്ചത് ആദ്യമേ ആ കലാപം ഓപ്പറേറ്റ് ചെയ്തവർ ശ്രമിച്ചത് നമുക്ക് മനസ്സിലാവുന്ന ആദ്യമേ ഹസീനെ കൊന്നുകളയോ, അതിനുശേഷം ഈ പ്രധാനപ്പെട്ട അവാമി ലീഗിൻ്റെ നേതാക്കന്മാരെ മൊത്തം ജയിലിലടയ്ക്കോ, ആ പാർട്ടിക്ക് വീണ്ടും അവിടെ മത്സരിക്കാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക. കാരണം ആ പാർട്ടി മത്സരിച്ചാൽ ആ പാർട്ടിയുടെ ഭാഗമായിട്ടിരിക്കുന്നവർ ജയിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ട്. സ്വതന്ത്രമായിട്ട് അപ്പം നമ്മളീ പറഞ്ഞത് ഇപ്പം അവിടെ നടക്കുന്ന കലാപങ്ങൾ, ബംഗ്ലാദേശിൽ ഇപ്പം നടക്കുന്ന കലാപം, ബംഗ്ലാദേശിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിനെ പറ്റി ഒന്നും അറിയാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി അവിടുന്ന് നാട് വിടുന്ന ഒരവസ്ഥ. യൂനസിന് അവിടുന്ന് നാട് വിടണമെങ്കിൽ ഇന്ത്യയുടെ താല്പര്യം അല്ലെങ്കിൽ ഇന്ത്യയും കൂടെ വിചാരിച്ചാൽ മാത്രം വെളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയുടെ എയർസ്പേസ് വിചാരിച്ചാലേ അദ്ദേഹത്തിന് അവിടുന്ന് വെളിയിൽ പോകാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല അവിടുത്തെ കലാപങ്ങൾ ഇപ്പം ഈ യൂനസിന് അനുകൂലമല്ലാതെ വരുന്നു. അതായത് കലാപങ്ങൾ അനുകൂലമല്ലാതെ വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രദേശത്തെ നിയന്ത്രണങ്ങൾ അരക്കൻ ആർമിക്ക് കിട്ടുന്നു. അരക്കൻ ആർമി വളരെ ശക്തമായിട്ട് അവിടെ നിൽക്കുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഉരുത്തിരിയുന്നു. അവിടെ പ്രതിപക്ഷ പാർട്ടി പോലും ഉരുത്തിരിച്ച കലാപം പ്രതിപക്ഷ പാർട്ടിയുടെ നിയന്ത്രണത്തിലല്ലാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് ഇപ്പം അവിടെ ഉരുത്തിരിയുന്ന കലാപങ്ങൾ യൂനസിനെതിരാണ്. നാളെ കാലത്തെ പട്ടാളത്തിൻ്റെ കയ്യിലേക്ക് ഭരണം പോകുമോ? യൂനസ് എന്തുവായാലും അവിടെ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്കല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. യൂനസിൻ്റെ കയ്യിൽ നിന്ന് ഭരണം പോകും. അതിനുവേണ്ടി യൂനസിൻ്റെ കയ്യിൽ നിന്ന് ഭരണം പോകുന്നതിനും യൂനസിന് യാതൊരു കാരണവശാലും ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിലുള്ള ഇടപെടിയിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സാർ പട്ടാളം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടാവും. പാകിസ്ഥാനിലെ പോലെ പട്ടാളത്തിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഇപ്പം പട്ടാളത്തിനകത്ത് വിഭജനം ഉണ്ടായിട്ടുണ്ട്. പട്ടാള മേധാവിയെ മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം IS-ന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പാകിസ്ഥാന്റെ അതേ സ്വഭാവം ഇവിടെ ഉണ്ടാകുന്നു. അല്ല, പാകിസ്ഥാന്റെ അതേ സ്വഭാവം ഇവിടെ ഉണ്ടാവുകയാണ്. പട്ടാളത്തിനകത്ത് ഈ പട്ടാളം മേധാവി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രസ്താവനയും അല്ലെങ്കിൽ ഇന്ത്യയുടെ മത്സരമില്ലാതെ പോകണം, അല്ലെങ്കിൽ ഇന്ത്യയോട് തർക്കിക്കാതെ പോകണം, ഇന്ത്യയുടെ യുദ്ധപ്രഖ്യാപനം ഇല്ലാതെ പോകണമെന്നൊക്കെ പറഞ്ഞു. കാരണം ഇന്ത്യയുടെ സഹായം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് പട്ടാളത്തിനകത്ത് റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില മേധാവികൾ, ഇദ്ദേഹത്തിന് താഴെയുള്ള മേധാവികളുള്ളതും അവരുമായിട്ട് പാകിസ്ഥാൻ ഇടപെടുന്നു. ഇദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട്. അതായത് പട്ടാളത്തിനകത്ത് തന്നെ വിഭജനം ഉണ്ടായി പോകുന്ന ഒരവസ്ഥയുണ്ട്. നാളെ കാലത്തെ പട്ടാളം പിടിക്കുമെന്ന് പറയുമ്പോൾ പട്ടാളത്തിനകത്ത് വിഭജനം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. അതായത് എല്ലാ രീതിയിലും അന്തഛിദ്രമായി. ഇത് നമ്മൾ വിചാരിക്കും ഇതിനകത്ത് ഈ രീതിയിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സമരങ്ങൾ, അവിടെ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ, ഈ പട്ടാളത്തിനകത്തുള്ള വിഷയങ്ങൾ, ഈ വിഷയങ്ങൾക്കകത്തെല്ലാം ഇത് ഉരുത്തിരിക്കുന്നതിന് ഇന്ത്യയുടെ ഏജന്റുമാർ വളരെ കൃത്യമായിട്ടുണ്ട്. ഒരു രാജ്യത്തിന് ഭരണം അട്ടിമറിച്ചതിന് ശേഷം ആ രാജ്യത്തിലെ ഭരണം ഈ പറയുന്ന യൂനസിനെ ഏൽപ്പിക്കുന്നു. യൂനസിനെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് ആ ഭരണം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ ആ രാജ്യം അയാളുടെ ഭാഗമായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ആ രാജ്യത്തെ വീണ്ടും അട്ടിമറിക്കണമെങ്കിൽ, വീണ്ടും ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു സംവിധാനം ബംഗ്ലാദേശിൽ കൊണ്ടുവരണമെങ്കിൽ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവണം. ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ ചലിച്ചാലും പണ്ട് ഈ പറഞ്ഞ പോലെ ഇറാൻ സംഭവിച്ച പോലെ,
ഇറാനകത്ത് എവിടെ നോക്കിയാലും മൊസാദാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ പട്ടാള സംവിധാനത്തിനകത്ത് എല്ലായിടത്തും ആരാണ് മൊസാദ് ആരാണ് മൊസാദ് അല്ല എന്നറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇറാൻ്റെ എല്ലാ സംവിധാനത്തിനകത്തും മൊസാദാന്ന് പറയുന്നത്. അവിടെ രഹസ്യാന്വേഷണം അവർ എന്ത് പറഞ്ഞാലും പറയും. ഇതേ രീതിയിലാണ് ഇപ്പം ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ പറഞ്ഞത്. ഇതേ രീതിയിലാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ മൊത്തം ഇവരുടെ ഇടപെടിയിൽ ഇതുപോലെയുണ്ട്. ഇന്ത്യയുടെ പോലുള്ള സംവിധാനത്തെ നിസ്സാരമായിട്ട് കാണരുത്. ഇന്ത്യ അത്രയ്ക്ക് വലിപ്പത്തിലുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ രഹസ്യമായിട്ട് നടത്തുന്നു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വന്ന ഫ്ലൈറ്റിൻ്റെ നമ്പർ അവരുടെ ഉണ്ട്. നിങ്ങൾ വന്ന ഫ്ലൈറ്റിൻ്റെ എപ്പോഴാണ് വന്നതെന്നുണ്ട്. നിങ്ങൾ എത്ര പേര് വന്നെന്നു, നിങ്ങൾ ആരൊക്കെ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ അവിടെ രഹസ്യമായിട്ട് കൂടിയെന്നുള്ള വിവരം അവർക്കുണ്ട്. അന്നേരം വിവരങ്ങൾ കിട്ടിക്കൊണ്ട് രഹസ്യമായിട്ട് സംസാരിച്ച വിവരം പോലും ഇവിടുത്തെ റോയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ഏജന്റുമാർക്കും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഒന്നും രഹസ്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ഉരുത്തിരിക്കാം എന്ന് നടക്കത്തില്ല. അവിടെ ഉരുത്തിരിയുന്നതും ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളും നാളെ കാലത്ത് ആരവിടെ വേണമെന്ന് തീരുമാനിക്കുന്നതുമെല്ലാം ഇന്ത്യയാണ്. അതിനുള്ള സംവിധാനം അവിടെ ഉണ്ട് എന്നാണ് ഈ പറഞ്ഞ നേരത്തെ നമ്മുടെ പാകിസ്ഥാനിൽ നിന്നുള്ള ഹൈക്കമ്മീഷൻ പറഞ്ഞു വെച്ചത്. അദ്ദേഹം പരസ്യമായിട്ടാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഹൈക്കമ്മീഷനല്ല വളരെ നേരത്തെ ഉണ്ട്. അപ്പം റോയുടെ ഇടപെടി അല്ലെങ്കിൽ അജിത് ഡോവലിൻ്റെ ഇടപെടി, ഇന്ത്യയുടെ ഇടപെടി അവിടെ കൃത്യമായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ അമേരിക്ക ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഇതേപോലെ പാകിസ്ഥാൻ്റെ ചില ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ആനുകൂല്യം നിർത്തലാക്കിയിട്ടുള്ളപ്പോൾ ട്രംപ് പറഞ്ഞത് നമ്മളത് പുനർപരിശോധിക്കാം, ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു നിങ്ങളുടെ ആനുകൂല്യങ്ങൾ. ചില ഊർജ്ജ കമ്പനികളുടെയൊക്കെ ആനുകൂല്യം നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ബംഗ്ലാദേശിൻ്റെ കാര്യം അങ്ങനെയല്ല പറഞ്ഞ് യാതൊരു രീതിയിലുള്ള ഇടപെടലിൽ ഒരു സഹായവും അല്ല, അത് മരുന്നിൻ്റെ രൂപത്തിലായാലും അല്ലെങ്കിൽ വൈദ്യ സഹായത്തിൻ്റെ രൂപത്തിലായാലും വസ്ത്രത്തിൻ്റെ രൂപത്തിലായാലും അതൊക്കെയാണല്ലോ ഏറ്റവും എടുത്തിട്ട് ഭക്ഷണത്തിൻ്റെ രൂപത്തിലായാലും ഒന്നും പറ്റത്തില്ല. ഒരു കമ്പനികളും ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ അവിടെ പ്രവർത്തിക്കാൻ പാടത്തില്ല. എല്ലാ രീതിയിലും ബ്ലോക്ക് ചെയ്ത്, അതായത് ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൻ്റെ അർത്ഥം യൂനസിന് അവിടുത്തെ ജനങ്ങൾ തന്നെ ഒരുപക്ഷെ തല്ലിക്കൊന്നാലും അതിശയിക്കാനില്ല നാളെ കാലത്ത് ഇയാൾ മുഖാന്തരം ഈ രീതിയിൽ. കാരണം ജനം വയലൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ പട്ടിണിയിലേക്ക് കാര്യങ്ങൾ പോകണം. അപ്പം ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ എല്ലാം അവരുടെ എവിടെ നോക്കിയാലും ഇന്ത്യൻ ഏജന്റുമാരും അല്ലെങ്കിൽ എവിടെ നോക്കിയാലെന്നല്ല എവിടെയും ഈ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനവും ആണെന്നാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിനെ തിരിയാനും പിരിയാനും പറ്റാത്ത അവസ്ഥയിൽ ഇന്ത്യ കൂച്ചുവലം ഇട്ടിരിക്കുക എന്നാണ് ഈ അമേരിക്ക അല്ലെങ്കിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ പറഞ്ഞു വയ്ക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.